കാരണം നമ്മുടെ മക്കളുടെ സൗണ്ട് പോലും എനിക്ക് ഞാൻ മറന്നു പോയായിരുന്നു. ശബ്ദം പോലും അറിയാൻ പറ്റാതെ വരുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും എനിക്ക് കേൾവി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല. ഇവിടുത്തെ ഡോക്ടറും ഇവിടുത്തെ സ്റ്റാഫുമാരും എനിക്ക് അന്നേരവും ധൈര്യം തന്നു. പിന്നെ എന്റെ വീട്ടുകാരുടെ ഉറപ്പും അവരുടെ പിന്തുണയും കൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു കുഴപ്പവും ഇപ്പൊ ഇല്ല. കാരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നവരിത് ചെയ്യണം. കാരണം നമ്മൾ പുറത്ത് അറിഞ്ഞിട്ട് പെട്ടെന്ന് അറിയാം, ഒരു ശബ്ദം പോലും അറിയാൻ പറ്റാതെ വരുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. എന്റെ പേര് സുബീജ. ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് വണ്ടാനം എന്ന സ്ഥലത്തു നിന്നാണ്. ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് VPS ലക്ഷർ ഹോസ്പിറ്റലിലാണ്. എനിക്ക് ജന്മനാ കേൾവിശക്തി ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ പെട്ടെന്ന് ഒരു പനി വന്ന് അതിനുശേഷം തലവേദന വന്നതിന് ശേഷം കേൾവിശക്തി കുറഞ്ഞു വന്ന് ഒരു 5-6 വർഷത്തോളം എനിക്ക് ഒട്ടും കേൾവിശക്തി ഇല്ലായിരുന്നു. അതിനുശേഷമാണ് ഇവിടുത്തെ ഡോക്ടർ ചികിത്സയിൽ വന്നതിന് ശേഷം കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് എനിക്ക് കേൾവിശക്തി കിട്ടി. ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല. എന്ത് കാര്യം, എന്റെ സ്വന്തം കാര്യം മൊത്തം ഞാൻ എവിടെ വേണേലും ഒറ്റക്ക് തനിച്ചാ പോകുന്നത്. എന്ത് ഞാൻ തനിയാണ് ചെയ്യുന്നത്. ആദ്യമൊന്നും എനിക്കൊന്നും പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ കേൾവി പോയെന്നറിഞ്ഞതിന് ശേഷം മരിക്കാൻ വരെ ഒരുങ്ങിയൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇവിടെ വന്നു ഇങ്ങനെ ഒരു ചെയ്താൽ എനിക്ക് കേൾക്കും എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയത് കൊണ്ട് ആദ്യം ചെയ്യാനും പേടിയായിരുന്നു. അതിനുശേഷം ഡോക്ടറുടെ ഉറപ്പ്, ഇവിടുത്തെ എല്ലാ സ്റ്റാഫുമാരുടെ ഉറപ്പിൽ ഞാൻ ചെയ്തു. പക്ഷെ ചെയ്ത് 1 മാസം വരെ എനിക്ക് പാടായിരുന്നു. ആദ്യം ഡോക്ടർക്കേലും ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുള്ളത് പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഒരു 2 മാസം കൂടി ഇതിൽ എനിക്ക് ഫുള്ളേ കേട്ടു നല്ലതുപോലെ. എന്തും എനിക്ക് എത്ര ദൂരം നിന്ന് ആര് വിളിച്ചാലും എനിക്ക് കേൾക്കാൻ പറ്റും. എന്ത് കാര്യവും ഞാനിപ്പോ എവിടം വരെ വേണേലും ഇപ്പോഴും ഞാൻ തനിയാണ് ഇവിടെ വന്നത്. എനിക്ക് സർജറി കഴിഞ്ഞ് ഒരു 3 മാസത്തിന് ശേഷം ഞാൻ തനിയെ ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ വന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും ഞാൻ തനിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്ത് കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എവിടെ വേണേലും പോകാം. എനിക്ക് പറ്റത്തില്ലെന്ന് കരുതിയ കാര്യങ്ങൾ പോലും ഇപ്പൊ ഞാൻ സ്വയമേ ചെയ്യുന്നുണ്ട്. എനിക്കും പേടിയായിരുന്നു ആദ്യമൊക്കെ. ചെയ്തതിന് ശേഷവും പേടിയുണ്ടായിരുന്നു എനിക്ക്. കാരണം ആദ്യം എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ശബ്ദങ്ങൾ മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളായിരുന്നു. ഈ കിളികളൊക്കെ ഇതാവുന്ന ഒരു ശബ്ദം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പതുക്കെ മാറി. ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല. എനിക്ക് ഒരു ഇതുമില്ല എന്ന് പറഞ്ഞ ഒറ്റ കുഴപ്പവും ഇല്ല. ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പെട്ടെന്ന് നമുക്ക് ഇന്നൊരു കേൾവിശക്തി പോകുമ്പോ നമ്മൾ ആകപ്പാടെ തകർന്നു പോകും ആ സമയത്ത്. ഒരിക്കലും എനിക്ക് കേൾവി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല. ഒരിക്കലും ഇത് ചെയ്തതിന് ശേഷവും എനിക്ക് കേൾക്കുന്നതിന് ഓർത്തില്ല. കാരണം ആദ്യത്തെ ആ ഒരു സമയത്ത് എനിക്ക് പേടിയായിരുന്നു. ഇത് ചെയ്യുകയും ചെയ്ത് എനിക്ക് കേൾക്കുക എന്നുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഡോക്ടറും ഇവിടുത്തെ സ്റ്റാഫുമാരും എനിക്ക് അന്നേരവും ധൈര്യം തന്നു. ഒന്നും പേടിക്കണ്ടെന്നുള്ള ഉറപ്പ് എനിക്ക് അന്ന് തന്നു. ആ ഒരൊറ്റ ഉറപ്പിന്റെ പുറത്തും പിന്നെ എന്റെ വീട്ടുകാരുടെ ഉറപ്പും അവരുടെ പിന്തുണയും കൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു കുഴപ്പവും ഇപ്പൊ ഇല്ല. കാരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നവരിത് ചെയ്യണം. കാരണം നമ്മൾ പുറത്ത് അറിഞ്ഞിട്ട് പെട്ടെന്ന് അറിയാം, ഒരു ശബ്ദം പോലും അറിയാൻ പറ്റാതെ വരുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ മക്കളുടെ സൗണ്ട് പോലും എനിക്ക് ഞാൻ മറന്നു പോയായിരുന്നു. ഈ 6 വർഷം കൊണ്ട് എന്റെ മക്കളെ സൗണ്ട് പോലും എനിക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ലായിരുന്നു. ആദ്യം ഇത് സൗണ്ട് കേട്ട് തുടങ്ങിയത് എനിക്ക് പേടിയായിരുന്നു. എന്തുവായൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നുള്ള ഇതായിരുന്നു. ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് എനിക്ക് എവിടെ വേണം. ഞാൻ തനിച്ചാ പോകുന്നതും വരുന്നതും ഒക്കെ. എന്ത് കാര്യത്തിനും ഞാൻ ലുലുമാളിൽ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അതിനും എനിക്ക് ഒരു പേടിയുമില്ല. ഒരു ഇതും ഇല്ലാതെ തന്നെ ധൈര്യത്തില് പഴയതിനെക്കാട്ടിലും ധൈര്യം ഉണ്ട് എനിക്കിപ്പോ. എന്തും ചെയ്യാവുന്നുള്ള ഒരു, കാരണം അതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ആദ്യം കേട്ടതിനെക്കാട്ടിലും നല്ല ഇതിൽ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എല്ലാം. എനിക്ക് എന്റെ കാര്യങ്ങളും എന്റെ മക്കളുടെ കാര്യങ്ങളും എന്റെ വീട്ടിലെ കാര്യങ്ങളും എന്തും എനിക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. ഒരു ഇതിലും എനിക്ക് മാറി നിൽക്കേണ്ടി വരുന്നില്ല ഇപ്പൊ. കാരണം കേൾക്കത്തില്ല എന്നുള്ള ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. കാരണം അടുത്തിരിക്കുന്നവരെന്തോ പറയുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ലല്ലോ. എന്റെ മക്കൾ പോലും കരഞ്ഞിട്ടുണ്ട്. കാരണം ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റത്തില്ല. ആ ഒരു ഇതിൽ എന്റെ മക്കൾ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമൊന്നും എനിക്ക് ഒട്ടും മനസ്സിലാകത്തില്ലായിരുന്നു. എങ്ങനെയാ അത് പറയുന്നാലും ഒന്നും എനിക്ക് മനസ്സിലായി. പിന്നെ ചുണ്ടിൽ ആ ഇത് നോക്കിയിട്ട് അത് പഠിച്ച് അങ്ങനെ ഞാൻ പിന്നെ തിരിച്ച് മറുപടി കൊടുക്കുമായിരുന്നു. ആദ്യമൊന്നും അതും പറ്റത്തില്ല എനിക്ക്. ഞാൻ ഇരുന്ന് കരയത്തേ ഉള്ളായിരുന്നു. ആരെന്ത് പറഞ്ഞാലും ഞാൻ കരയത്തേ ഉള്ളായിരുന്നു. പിന്നെ എന്റെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെനിക്ക് എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും. അങ്ങനെയാണ്. പിന്നെ ഞാൻ ഇത്രയും ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കിനും ചുണ്ടിൽ ആ ഒരു ഇത് നോക്കിയിട്ട് തിരിച്ച് മറുപടി കൊടുക്കുമായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട്
ആർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് അത് ചെയ്യണം. ചെയ്ത് നമ്മളെന്തിനു കേൾക്കാതിരിക്കേണ്ട ആവശ്യമില്ല. ലക്ഷ്മി മേഡമാണ് എനിക്കിത് സർജറി ചെയ്ത് ഇത്ര ആക്കിയത് മേഡമാണ് എന്നെ. അത് ഫസ്റ്റ് വന്ന് കണ്ടത് ഇടുക്കുള സാറിനെയാണ്. അതിനുശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും സർജറി ചെയ്തതും ഇന്ന് വരെയുള്ള കാര്യങ്ങൾ എന്റെ നോക്കുന്നതും ചെയ്തതും ലക്ഷ്മി മേഡമാണ്. ആദ്യം എനിക്ക് ഡോക്ടറിനെ പറഞ്ഞ് കേൾക്കും, ഒരു കുഴപ്പമില്ല പറഞ്ഞെങ്കിൽ അന്നേരം എനിക്ക് ഡോക്ടറുടെയും ഇവിടുത്തെ സ്റ്റാഫുമാരുടെയും ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ ചെയ്തതും. അന്ന് എനിക്ക് ചെയ്യുന്ന സമയത്തും പേടിയുണ്ട്. എന്നെങ്കിൽ പോലും എനിക്ക് അവരുടെ ഡോക്ടറുടെ ഒറ്റ ഉറപ്പിന്റെ പുറത്താണ് ഞാൻ ചെയ്തത്. ഇപ്പോഴും എനിക്ക് അവരുടെ ഇതിൽ തന്നെ ഞാൻ നിൽക്കുന്നത്. എന്ത് കാര്യത്തിന് എനിക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ വിളിക്കണ്ട, നമ്മളെ അങ്ങോട്ട് എന്നെയാ വിളിക്കുന്നത്. വിളിച്ച് ഓരോ കാര്യം തിരക്കുന്നതും ഓരോ ഇന്നപ്പം വരണം ഇന്നപ്പം നോക്കണം ആ ഒരു ഇതിൽ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചാണ് എല്ലാ കാര്യവും അവരുടെ ഇതിൽ തന്നെ നമ്മൾ നിൽക്കുന്നത്. ഡോക്ടർ സൗണ്ടാണ് അന്ന് ഞാൻ ആദ്യം കേൾക്കുന്നത്. ഡോക്ടറാണ് എന്നെ പുറകെ ഇരുന്ന് വിളിച്ച് ആ സൗണ്ട് ആദ്യം പക്ഷെ എനിക്ക് എന്തുവാ ആരാന്നുള്ള അറിയത്തില്ലായിരുന്നു. സൗണ്ട് കേട്ട് തുടങ്ങി. പിന്നെ അന്നത്തെ ഇത് ആ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പം മുതൽ പിന്നെ എനിക്ക് എന്തോ വേറൊരു ഇതായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവാത്ത രീതിയായിരുന്നു. അതിൽ ഒരു മാസം വരെ അങ്ങനെ ഒരു ഇത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ആ ഒരു ഇതും ഇല്ല, ഒരു പ്രശ്നം എനിക്കില്ല. പിന്നെ 6 മാസം വരെ ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. ആദ്യം ഒരു 2 മാസത്തോളം ആഴ്ചയിൽ 3 പ്രാവശ്യം ഇതൊക്കെ വരണമായിരുന്നു. അതിനുശേഷം മാസത്തിൽ 3 പ്രാവശ്യം, പിന്നെ 2 പ്രാവശ്യം, അങ്ങനെ 6 മാസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. അതും കൂടെ കഴിഞ്ഞ ശേഷമാണ് നല്ലപോലെ ഒന്നും കൂടെ എനിക്ക് ക്ലിയർ ആയി കിട്ടിയത്. ആ ഒരു ക്ലാസ്സും കൂടെ എടുത്തതിന് ശേഷമാണ് നമുക്ക് നല്ലപോലെ പറയാനായാലും പറയുന്ന വാക്ക് മനസ്സിലാനായാലും ആദ്യം മുതല് ഹരിശ്രീ മുതൽ ഈ മുതൽ പിള്ളേര് പഠിക്കുന്ന അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ച് ഈ ഇതിൽ വരെ എത്തിച്ചത്. ഒന്നും എനിക്ക് പറയാൻ എന്തുവാന്ന് അറിയത്തില്ലായിരുന്നു. എഴുതാനാണെങ്കിൽ പോലും ഞാൻ മറന്നു പോയായിരുന്നു ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ആ ഒരു അങ്ങനെ പഠിപ്പിച്ച് ഓരോ അക്ഷരങ്ങൾ പഠിപ്പിച്ച് തന്നു. ABCD ആണേലും ഓരോ വാക്ക് അങ്ങനെ പഠിപ്പിച്ചാണ് 6 മാസത്തെ ക്ലാസ് എടുത്തതിന് ശേഷമാണ് ബാക്കി ഇത്രമേലൊക്കെ ഞാൻ മെച്ചപ്പെട്ട് വന്നത്. ഫസ്റ്റ് എന്റെ ഡോക്ടറിന്റെ അടുത്ത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവിടെ എത്തുന്ന സമയം വരെ എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. ഫസ്റ്റിൽ ഇത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മരിച്ചാലും ഞാൻ ചെയ്യിക്കത്തില്ല എന്നുള്ളൊരു എനിക്ക് പേടിയായിരുന്നു. ഇവിടെ വന്ന ഡോക്ടർമാരുടെ ഇവരുടെയൊക്കെ ഇടപെടലും അവരുടെ സംസാരം അവരുടെ തന്ന ആ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് ഞാൻ ചെയ്തത്. ഒരിക്കലും ഞാൻ മരിച്ചാലും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ആരെയും ഡോക്ടർമാരെ ഇവിടുത്തെ സ്റ്റാഫുമാരെ ആരെയും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. മിസ്സസ് സുബീജ നമ്മുടെ ഒരു അഡൾട്ട് കോക്ലിയർ ഇംപ്ലാന്റ് പേഷ്യന്റ് ആണ്. യൂഷ്വലി നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവെ ആൾക്കാരുടെ ധാരണ അത് പിള്ളേർക്ക് ചെയ്യുന്ന ഒരു സർജറിയാണ്. ജന്മന കേൾവില്ലാത്ത പിള്ളേർക്ക് ചെയ്യുന്ന ഒരു സർജറി തന്നെയാണ്. പക്ഷെ അഡൾട്ട് ഏജിലും ദാറ്റ് ഇസ് 18 വയസ്സ് കഴിഞ്ഞിട്ട് ഒക്കെ ഹിയറിംഗ് ലോസ് ആവുന്ന ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേഷനാണിത്. ഇപ്പൊ മിസ്സസ് സുബീജയുടെ കേസ് എടുത്താൽ പുള്ളിക്കാരത്തിക്ക് ഒരു മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു ഹിയറിംഗ് ലോസ് ഉണ്ടായതാണ്. ദാറ്റ് ഇസ് മൊത്തമായിട്ട് കേൾവി പോയി ഒന്നും കേൾക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് അവര് നമ്മുടെ അടുത്ത് വരുന്നത്. ഇവാലുവേറ്റ് ചെയ്തപ്പം നല്ല പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ശബ്ദവും കേൾക്കാൻ പറ്റാത്ത ഒരു കേസായിരുന്നു ഇവരുടെ. ഇങ്ങനത്തെ പേഷ്യൻസിന് മെനിഞ്ചൈറ്റിസ് മാത്രമല്ല വേറെ കുറെ നോർമൽ വൈറൽ ഇൻഫെക്ഷൻസ് ആയിട്ടും ഇല്ലെങ്കിൽ വല്ല ആക്സിഡന്റ് കഴിഞ്ഞിട്ട് എന്ത് കേസായിട്ടും നല്ലതായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു അഡൾട്ടിന് അത് കഴിഞ്ഞിട്ട് ഹിയറിംഗ് ലോസ് സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സർജറിയാണ്. ഇപ്പം നിങ്ങൾ കേട്ട പോലെ മിസ്സസ് സുബീജയ്ക്ക് ഇപ്പൊ ഒരു ലൈഫ് കംപ്ലീറ്റ്ലി നോർമൽ ആണ്. അവർക്ക് നോർമലായിട്ട് കേൾക്കാൻ പറ്റുന്നു. അതുകൊണ്ട് അവരുടെ ലൈഫിൽ വേറെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. സോ അതുകൊണ്ട് അഡൾട്ട്സിനും നമുക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യാം. അവർക്ക് അത് കഴിഞ്ഞിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും.